കണ്ണൂർ തയ്യിലിലെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2020 ഫെബ്രുവരി 17-നായിരുന്നു സംഭവം. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വാക്യം ചൂണ്ടിക്കാട്ടിയാണ് ശരണ്യയ്ക്കെതിരായ വിധി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. നിശ്വാസങ്ങളിൽ പോലും സ്നേഹത്തിന്റെ പ്രതീകമാകേണ്ട അമ്മയുടെ ക്രൂരതയ്ക്ക് ജീവപര്യന്തം ശിക്ഷ അനിവാര്യമാണെന്ന് വിധിന്യായത്തിലുണ്ട്. അമ്മ എന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്ന കൃത്യം തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു എന്നാണ് ജഡ്ജി വ്യക്തമാക്കിയത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഫസ്റ്റ് പേജിൽ തന്നെ മധുസൂദൻ നായരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് സാർ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പേ മറ്റൊരു കേസിലും സാർ അത്തരത്തിലുള്ള കവിത ഇതാക്കിക്കൊണ്ട് തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഫൗണ്ട് ഗിൽറ്റി 19-ാം തീയതി കോടതി കണ്ടു. ഇന്നാണ് അതിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണ്യയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. ഡെത്ത് സെന്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവത പറയാനാകാത്ത കേസെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. കുട്ടിയെ കാണാതെ പോയപ്പോൾ ശരണ്യ അന്വേഷണം നടക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ശരണ്യ ഭർത്താവിനെ ആരോപിച്ചിട്ടും വക്കീൽ പോലും ആരോപിച്ചൊന്നും അവൾ തെളിവൊന്നും കോടതി എവിഡൻസ് വന്നിട്ടില്ല. ആ ആരോപണത്തോട് ഞാനും യോജിക്കുന്നില്ല. അങ്ങനല്ല പറഞ്ഞത്. ഇതിനകത്ത് കുട്ടിയെ കാണാതെ പോയ ശരണ്യ അന്വേഷണം നടക്കുകയായിരുന്നു. പിന്നെ 1-ാം പ്രതിയിൽ ആരോപിക്കാൻ ശ്രമിച്ചത് കോടതിയുടെ ജഡ്ജ്മെന്റാണ്. അത് ഞാൻ അംഗീകരിക്കുന്നത് ഹൈക്കോടതി ചാലഞ്ച് ചെയ്യും. ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂഷൻ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പം ഒരാൾ ഈ കണ്ടവനെ പിടിക്കുന്ന നിനക്ക് ഇവർക്ക് പ്രത്യേക സാക്ഷികളെ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മനഃപൂർവ്വം പ്രോസിക്യൂഷൻ ആരാ ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാം. സാധ്യതകൾ മാത്രമേ എനിക്ക് ഇതെല്ലാം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ. അങ്ങനെ ചെയ്തിട്ട് ഈ തെളിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ട് ആളുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പിന്നെ കൊണ്ടിട്ട് ആളെ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തൊരു കേസാണിത്. ദൃക്സാക്ഷിയില്ല, CCTV ദൃശ്യങ്ങൾ പോലും ഇല്ല. ആ നിലയ്ക്ക് കോടതി കേസ് വന്നാൽ പ്രതിയെ വെറുതെ വിടാൻ സാധ്യതയുള്ളതുകൊണ്ട് തെളിവുണ്ടാക്കാം. 2020 ഫെബ്രുവരി 17-ന് പുലർച്ചെയാണ് ശരണ്യ 1.5 വയസ്സുള്ള മകൻ വിയാനെ കടലിലെറിഞ്ഞ് കൊന്നത്. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഭർത്താവിനെ കുറ്റക്കാരനാക്കാനാണ് ശരണ്യ ശ്രമിച്ചതെന്നായിരുന്നു കേസ്. എന്നാൽ കൊലപാതകം ഒഴികെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇത് കാരണം 2-ാം പ്രതിയായിരുന്ന ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂർ സ്വദേശി നിതിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.